Hi friends, welcome back to my channel Physical Class. Units and Measurements question discussion ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലെ പാർട്ട് 3 വീഡിയോസ് ആണ്. കുറച്ചധികം ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞിരുന്നു. ഈ ബാക്കിയുള്ളത് നമുക്ക് ചെയ്യാം. A physical quantity P is related to four observables A, B, C, D as follows. P equal to A raised to 3, B raised to 2 divided by root C plus D. Error in the measurement of A, B, C, D are 1%, 3%, 4% and 2% respectively. Percentage error in P. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ പി എന്ന് പറഞ്ഞൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ നമുക്കിവിടെ തന്നിട്ടുണ്ട്. പി ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ തന്നിട്ടുണ്ട്. അതിലെ ഓരോ ക്വാണ്ടിറ്റീസ് ആയിട്ടുള്ള എ, ബി, സി, ഡി എന്നിവയിലെ പേഴ്സൻറ്റേജ് എററുകളും തന്നിട്ടുണ്ട്. എയിലെ പേഴ്സൻറ്റേജ് എറർ എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്, 1% ആണ്. ബിയിലെ പേഴ്സൻറ്റേജ് എറർ എന്ന് പറയുന്നത് 3% ആണ്. സിയിലെ പേഴ്സൻറ്റേജ് എറർ എന്ന് പറയുന്നത് 4% ആണ്. ഡിയിലെ പേഴ്സൻറ്റേജ് എറർ എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, അപ്പോൾ പേഴ്സൻറ്റേജ് എറർ ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റിയിലും നമുക്ക് തന്നിട്ടുണ്ട്. ഇനി പി എന്ന് പറഞ്ഞ ഫിസിക്കൽ ക്വാണ്ടിറ്റിയിലെ പേഴ്സൻറ്റേജ് എററാണ് നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പി എന്ന് പറഞ്ഞതിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ പേഴ്സൻറ്റേജ് എറർ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ? ഇക്വേഷൻ എന്താണ്? അറിയാവുന്ന കാര്യമാണല്ലോ. ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ പി ഇൻറ്റു 100 ആണ് എന്ത്? പി എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റിയിലെ പേഴ്സൻറ്റേജ് എറർ. ഇതിലിപ്പോൾ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. ഈ ഇക്വേഷനിൽ നോക്കിയൊക്കെ എ ക്യൂബ് ഇൻറ്റു ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്, ഡിവിഷൻ വന്നിട്ടുണ്ട്, പവർ വന്നിട്ടുണ്ട്. റൂട്ട് സി എന്ന് പറയുമ്പോൾ പവർ നമ്മൾ റേസ് ടു 1/2 ആയിട്ട് എടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ എങ്ങനെയായിരിക്കും നമുക്ക് ഈ പേഴ്സൻറ്റേജ് എററിൻ്റെ ഇക്വേഷൻ എഴുതാം? ഇപ്പോൾ പവർ വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? റിലേറ്റീവ് എററാണ് എടുക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്കൊന്ന് റിലേറ്റീവ് എറർ എടുത്തിട്ട് പേഴ്സൻറ്റേജ് എറർ ഒന്ന് എഴുതാം. എങ്ങനെ എഴുതും? ഇവിടെ എ ക്യൂബ് ആയി കഴിഞ്ഞാൽ എ ക്യൂബ് എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതണം? 3 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100. ഓക്കെ, അതാണ് ആ പേഴ്സൻറ്റേജ് എറർ. അത് കഴിഞ്ഞാൽ പിന്നെ പ്ലസ് എന്ന് പറഞ്ഞ സൈൻ തന്നെയാണ് എവിടെയും വരുന്നത് അല്ലേ? നെക്സ്റ്റ് എന്ത് വരും? ഡെൽറ്റ ബി ബൈ ബി സ്ക്വയർ ആണല്ലേ. സോ 2 ഇൻറ്റു ഡെൽറ്റ ബി ഡിവൈഡഡ് ബൈ ബി ഇൻറ്റു 100% പ്ലസ് ഇവിടെ റൂട്ട് സി എന്ന് പറയുമ്പോൾ 1/2 ആണ് വരുന്നത്. 1/2 ഇൻറ്റു ഡെൽറ്റ സി ബൈ സി ഇൻറ്റു 100 പ്ലസ് ഡി എന്ന് പറയുമ്പോൾ ഡി റേസ്റ്റ് 1 ഉള്ളൂ. അപ്പോൾ നമുക്ക് 1 ഇൻറ്റു ഡെൽറ്റ ഡി ബൈ ഡി ഇൻറ്റു 100. അപ്പോൾ അത്രയ്ക്കും പേഴ്സൻറ്റേജ് എററുകൾ അല്ലേ? ഓരോ ക്വാണ്ടിറ്റിയുടെയും പേഴ്സൻറ്റേജ് എററുകളും തമ്മിൽ നമ്മൾ ആഡ് ചെയ്തു, റിലേറ്റീവ് എററുകൾ കണ്ടെത്തിയിട്ട് അല്ലേ? അപ്പോൾ 3 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100 പ്ലസ് 2 ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി ഇൻറ്റു 100. ഇവിടെ 2 ഇൻറ്റു എന്നൊക്കെ ഏതാണ്? കാരണം അതിൻ്റെ പവറാണ് കേട്ടോ, ബി സ്ക്വയർ വന്നതുകൊണ്ട്. 1/2 ഇൻറ്റു ഡെൽറ്റ സി ബൈ സി ഇൻറ്റു 100 പ്ലസ് ഡെൽറ്റ ഡി ബൈ ഡി ഇൻറ്റു 100. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിലേക്ക് ഓരോന്നിലേക്ക് നമ്മുടെ വാല്യൂസ് ഒന്ന് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി. ഞാൻ നിങ്ങളടുത്ത് കഴിഞ്ഞ പ്രാവശ്യത്തൊന്ന് സ്വയം ചെയ്ത് നോക്കാനായിട്ട് പറഞ്ഞിരുന്നു. നിങ്ങൾ സ്വയം ചെയ്ത് നോക്കിയായിരുന്നോ? ഓക്കെ, ഫൈനൽ ആൻസർ എന്താണെന്ന് നമുക്ക് നോക്കാം. 3 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ അതായത് എ എന്ന് പറഞ്ഞിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ പേഴ്സൻറ്റേജ് എററാണ്. എത്രയാണ് വന്നിരിക്കുന്നത്? എ എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ 1% ആണല്ലേ. അപ്പോൾ ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100 എന്ന് പറയുന്നത് എ എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ പേഴ്സൻറ്റേജ് എററാണ്. അത് 1% ആണ്. അപ്പോൾ നമുക്ക് 3 ഇൻറ്റു 1 എഴുതാം അല്ലേ? അപ്പോൾ നമ്മുടെ എറർ 3 ഇൻറ്റു 1 പ്ലസ് ഇവിടെയോ ഡെൽറ്റ ബി ബൈ ബി ഇൻറ്റു 100 എന്ന് പറയുന്നത് എന്താണ്? ബി എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ പേഴ്സൻറ്റേജ് എററാണ്. അത് എത്രയാണ്? 3 ആണ്. സോ നമുക്ക് എന്ത് എഴുതാം? 2 ഇൻറ്റു 3 എന്ന് എഴുതാം. സോ 2 ഇൻറ്റു 3 പ്ലസ് ഇതെന്ന് പറയുന്നത് ഡെൽറ്റ സി ബൈ സി ഇൻറ്റു 100 എന്ന് പറയുന്നത് സി എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റിയിലെ പേഴ്സൻറ്റേജ് എററാണ്. ദാറ്റ് ഈസ് 4 ആണ്. സോ 1/2 ഇൻറ്റു 4 എന്ന് എഴുതാം. 1/2 ഇൻറ്റു 4 പ്ലസ് ഡെൽറ്റ ഡി ബൈ ഡി ഇൻറ്റു 100 എന്ന് പറയുന്നത് ഡി എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ പേഴ്സൻറ്റേജ് എററാണ്. അത് 2 ആണ്. സോ നമുക്ക് എന്ത് എഴുതാം? 2 എന്ന് എഴുതാം.
ഈക്വൽ ടു 3 ഇൻറ്റു 1 ഓരോ ടൈംസും ചെയ്യുക. 3 പ്ലസ് 2 ഇൻറ്റു 3 6 1/2 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ ഈ 2ഉം ഈ 4ഉം ക്യാൻസൽ ആയപ്പോൾ ഇവിടെ 2 വന്നു അല്ലേ. 2 പ്ലസ് 2 അപ്പോൾ അത് മൊത്തത്തിൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 3 പ്ലസ് 6 9 9 പ്ലസ് 2 11 11 പ്ലസ് 2 13. അവർ ആൻസർ ഈസ് 13%. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ചെയ്ത് നോക്കി നിങ്ങൾക്ക് 13% നല്ല ആൻസർ കിട്ടിയായിരുന്നോ? കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റാണെന്ന് അർത്ഥം കേട്ടോ. നെക്സ്റ്റ് പ്രോബ്ലം. The period of oscillation of a simple pendulum t equal to 2 pi root of L by G measured value of L equal to 20 cm known to 0.1 accuracy. 0.1 cm അക്യുറസി എന്ന് പറയുമ്പോൾ അവിടുത്തെ എറർ എന്ന് പറയുന്നത് 0.1 ആണ്. അപ്പോൾ L എന്നുള്ള ക്വാണ്ടിറ്റി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 20 പ്ലസ് ഓർ മൈനസ് 0.1 സെൻറ്റിമീറ്റർ എന്ന് എഴുതാൻ പറ്റും. ശരിയല്ലേ? അപ്പോൾ ഈ 20 എന്ന് പറയുന്നത് L, 0.1 എന്ന് പറയുന്നത് ഡെൽറ്റ L. ശരിയാണല്ലോ, നമുക്ക് അങ്ങനെ എഴുതിക്കൂടെ L എന്ന് പറയുന്നത്. ഇനി അടുത്തത് വായിക്കാം. ടൈം ഫോർ 100 ഓക്സിലേഷൻസ് ഓഫ് ദി പെൻഡുലം ഈസ് ഫൗണ്ട് ടു ബി 90 സെക്കൻഡ് യൂസിങ് എ വാച്ച് ഓഫ് 1 സെക്കൻഡ് റെസൊല്യൂഷൻ. അപ്പോൾ 1 സെക്കൻഡ് റെസൊല്യൂഷനുള്ള വാച്ച് എന്ന് പറയുമ്പോൾ അവിടുത്തെ അക്യുറസി നമ്മൾ പറഞ്ഞു അല്ലേ. 1 സെക്കൻഡ് റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ആ 1 സെക്കൻഡാണ് അവിടുത്തെ ഇററായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. 90 സെക്കൻഡ് മറ്റേ ടൈമിൻ്റെ ശരിക്കുള്ള വാല്യൂ. സോ വി ക്യാൻ റൈറ്റ് ടൈം ടി ഈക്വൽ ടു 90 പ്ലസ് ഓർ മൈനസ് 1 സെക്കൻഡ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതിലെ ടി എന്ന് പറയുന്നത് 90ഉം ഡെൽറ്റ ടി എന്ന് പറയുന്നത് 1 സെക്കൻഡുമാണ്. ഇതുവരെ ക്ലിയർ ആണല്ലോ. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് അപ്പം കിട്ടിയിട്ടുള്ള ഹിൻറ്റുകൾ നമ്മളിവിടെ എടുത്ത് എഴുതണം കേട്ടോ. അത് ഏത് ക്വസ്റ്റ്യൻ്റെ കേസിലാണെങ്കിലും നല്ലതാണത്. വാട്ട് ഈസ് ദി അക്യുറസി ഇൻ ദി ഡിറ്റർമിനേഷൻ ഓഫ് ജി. അപ്പോൾ ജിയെ കണ്ടുപിടിക്കുന്നതിൽ അക്യുറസിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അക്യുറസി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? നമ്മുടെ എററാണ് കേട്ടോ. അക്യുറസി എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ എന്താണ്? എററാണ്. കാരണം നിങ്ങൾ നോക്കി നോക്കി 0.1 സെൻറ്റിമീറ്റർ അക്യുറസി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അവിടെ നമ്മൾ എന്തായിട്ട് എഴുതിയത്? 0.1 സെൻറ്റിമീറ്ററിന് എററായിട്ടല്ലേ എഴുതിയത്. അപ്പോൾ ഇത്ര അക്യുറസി, ഇത്ര റെസൊല്യൂഷൻ എന്നൊക്കെ പറയുന്നത് ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂവിൻ്റെ ഇററാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജി എന്ന് പറഞ്ഞതിൽ എറർ എന്താണ് എന്നുള്ളതാണ് കണ്ടുപിടിക്കാൻ നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എറർ കണ്ടുപിടിക്കാം. ഓക്കെ, പെർസെൻറ്റേജ് എറർ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ സാധാരണ നമുക്ക് ശരിക്കും സാധാരണ എറർ നമുക്ക് കണ്ടുപിടിക്കാം. ഡെൽറ്റ ജി ബൈ ജി. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? ടി ഈക്വൽ ടു 2 പൈ റൂട്ട് ഓഫ് എൽ ബൈ ജി ആണ്. ടി ഈക്വൽ ടു 2 പൈ റൂട്ട് ഓഫ് എൽ ബൈ ജി ആണ്. ഈ 2 പൈ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമ്മളിവിടെ എടുക്കാറില്ല കേട്ടോ. കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമ്മൾ എടുക്കുന്നില്ല. ബാക്കിയുള്ളത് നമുക്കൊന്ന് എഴുതാം. ശരിയല്ലേ? അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഈ ജിയുടെ ഇക്വേഷൻ ഇതിൽ നിന്ന് കിട്ടണം വേണ്ടേ? നമുക്കിപ്പോൾ ഇവിടെ കിടക്കുന്നത് എന്താണ്? ജിയുടെ ഇക്വേഷനാണ്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ജിയുടെ ഇക്വേഷനിലേക്ക് കാര്യങ്ങൾ എത്തണം. അപ്പോൾ നമുക്ക് ജിയുടെ ഇക്വേഷൻ ഒന്ന് കണ്ടുപിടിക്കാം. അവർ ഇക്വേഷൻ ഈസ് ടി ഈക്വൽ ടു 2 പൈ റൂട്ട് ഓഫ് എൽ ബൈ ജി എന്നാണ്. അപ്പോൾ ഇതിലെ ഈ എന്താ പറയുക, ഈ സ്ക്വയർ റൂട്ട് കളയാനായിട്ട് നമ്മൾ രണ്ട് സൈഡും, ഇക്വേഷൻ്റെ രണ്ട് സൈഡും നമ്മൾ സ്ക്വയർ ചെയ്യുന്നു. നമ്മളിപ്പോൾ ഈ സ്ക്വയർ റൂട്ട് കളയാൻ ഇവിടെ മാത്രം സ്ക്വയർ ചെയ്താൽ പോരാ, ഒപ്പം തന്നെ ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യണം. അപ്പോൾ നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ അവർ ഇക്വേഷൻ ഈസ് ടി സ്ക്വയർ ഈക്വൽ ടു 2 പൈ സ്ക്വയർ ഇൻറ്റു എൽ ബൈ ജി എന്ന് വരും. നമുക്ക് ജിയുടെ ഇക്വേഷനാണ് ഇതിൽ നിന്ന് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ജീനെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു, ഈ ടീനെ ഇങ്ങോട്ട് കൊണ്ടുപോരുന്നു. അങ്ങനെ ചെയ്യുന്നൊരു പരിപാടി അറിയാമല്ലോ അല്ലേ. അപ്പോൾ സോ അവർ ഇക്വേഷൻ വിൽ ബി ജി ഈക്വൽ ടു എന്ത് വരും? 2 പൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2ൻ്റെ സ്ക്വയർ എത്രയാണ്? 4. പിന്നെ പൈ സ്ക്വയർ അങ്ങനെ തന്നെ എഴുതുന്നു. എൽ അവിടെ തന്നെ കിടക്കുന്നു. ടി സ്ക്വയർ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയത് എന്താവും? താഴെയാണ് വരിക, ഡിവിഷനായിട്ടാണ് വരിക. അപ്പോൾ എൽ ബൈ ടി സ്ക്വയർ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായി? ജി ഈക്വൽ ടു 4 പൈ സ്ക്വയർ എൽ ബൈ ടി സ്ക്വയർ. ശരിയാണല്ലോ. ഇതെങ്ങനെ ചെയ്തതെന്ന് മനസ്സിലായില്ല. ബോത്ത് സൈഡ്സ് നമ്മൾ രണ്ട് സൈഡിൽ നമ്മൾ സ്ക്വയർ ചെയ്തു. അതിനുശേഷം ഈ ജി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ജീനെ ഇങ്ങോട്ടും കൊടുത്തു. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നമുക്ക് ആവശ്യമുള്ളത് കിട്ടിയല്ലോ. നമുക്ക് ജി എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ എററാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ടി എന്നുള്ള ഇക്വേഷനാണ് തന്നിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്ത് ജി എന്നുള്ള നമ്മുടെ ആവശ്യമുള്ള ടേമിൻ്റെ ഇക്വേഷനിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. അത് നമ്മൾ ഈ പ്രോബ്ലത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ,
അപ്പോൾ ഇത് ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഫൈനൽ ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക, G = 4π² L/T². ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം G = 4π² L/T². അങ്ങനെയാണെങ്കിൽ നമുക്ക് G എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ എററുകൾ കണ്ടുപിടിക്കാം. റിലേറ്റീവ് എററാണ് ഇവിടെ വരിക. മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷനും പവറൊക്കെയാണ് വന്നിരിക്കുന്നത്. ഈ 4π² എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമ്മളതിനെ അവോയ്ഡ് ചെയ്യുന്നു. ബാക്കി L/T² എന്നുള്ള ടൈമിൻ്റെ മാത്രമാണ് നമ്മൾ എഴുതുന്നത് കേട്ടോ. സോ Δ/L/L പ്ലസ് T² എന്ന് പറയുമ്പോൾ എന്ത് വരും? പവർ വന്ന കാരണം 2 × Δt/T എന്ന് എഴുതാം. ഓക്കെ, ഇനി Δ/Lൻ്റെ വാല്യൂ എന്താണ് ഇവിടെ? Δ/Lൻ്റെ വാല്യൂ എത്രയാണ്? 0.1 ആണ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് നൗ 0.1 ഡിവൈഡഡ് ബൈ Lൻ്റെ വാല്യൂ എത്രയാണ്? 20. സോ 20 പ്ലസ് 2 × Δtയുടെ വാല്യൂ എത്രയാണ്? 1 സെക്കൻഡ് അല്ലേ? സോ 1 ഡിവൈഡഡ് ബൈ Tയുടെ വാല്യൂ 90. അപ്പോൾ അങ്ങനെ ആദ്യത്തെ തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് Tയും Δtയും ഒക്കെ വേർതിരിച്ച് എഴുതാൻ അറിയാമല്ലോ അല്ലേ? നമുക്ക് മുമ്പത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിരിക്കുന്നതാണ് കേട്ടോ. 0.1 ഡിവൈഡഡ് ബൈ 20 എന്ന് പറയുന്നത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 0.005 പ്ലസ് 2 × 1/90 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 0.022 ആണ്. ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 0.027 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലെ പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കണം. പെർസെൻറ്റേജ് എറർ കാണാൻ എന്ത് ചെയ്താൽ മതി? Δg/G × 100 ആണ്. ദാറ്റ് മീൻസ് Δg/G എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. സോ 0.027 × 100 എന്ന് പറയുമ്പോൾ 2 സ്ഥാനം നീക്കി 2 പൊസിഷൻ നീക്കി നമ്മളിവിടെ പോയിൻ്റ് ഇടുന്നു അല്ലേ? സോ നമുക്ക് എന്ത് ആൻസർ വരും? 2.7 വരും. ഇത് നമുക്ക് എന്താ പറയുക, അപ്രോക്സിമേറ്റ്ലി 3% എന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടിയില്ല. അപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താണ്? G എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ അക്യുറസിയാണ്. അക്യുറസി മീൻസ് എന്ത് തന്നെയാണ്? എറർ തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ പെർസെൻറ്റേജ് എറർ കണ്ടുപിടിച്ചു. ബാക്കിയെല്ലാം പ്രൊസീജിയർ നമുക്കറിയാവുന്നതാണ്. ഈ ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കേണ്ട വന്നു കേട്ടോ, തന്നിരിക്കുന്ന ഇക്വേഷനിൽ. ക്ലിയർ ആണല്ലോ? സോ നെക്സ്റ്റ് നമുക്ക് ഡയമെൻഷണൽ അനാലിസിസ്, അതായത് ഡയമെൻഷണൽ അനാലിസിസ് യൂസ് ചെയ്തുകൊണ്ട് ഈ തന്നിരിക്കുന്ന ഇക്വേഷൻസിൻ്റെ ഡയമെൻഷണൽ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഡയമെൻഷണൽ കറക്റ്റ്നെസ് നമുക്ക് ചെക്ക് ചെയ്യാം. ഇതെങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ നമ്മളൊരു എക്സാമ്പിൾ കാണിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോകാം. B² = U² + 2AX എന്നാണ് ഫസ്റ്റത്തെ ഇക്വേഷൻ. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ ഡയമെൻഷനിൽ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ ഡയമെൻഷൻ അനാലിസിസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ ഓരോ ടേംസിൻ്റെയും ഡയമെൻഷൻസ് ഈക്വൽ ആണോ, ഡയമെൻഷൻ്റെ ഫോർമുല 3 എണ്ണത്തിൻ്റെയും ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ദാറ്റ് മീൻസ് B² ഡയമെൻഷനും U² ഡയമെൻഷനും 2AS നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ഡയമെൻഷനും 2 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിനെ അവോയ്ഡ് ചെയ്യാം. കോൺസ്റ്റൻസിന് എന്തില്ല? ഡയമെൻഷൻ ഇല്ല. ASൻ്റെ ഡയമെൻഷനും ഈ 3 എണ്ണത്തിൻ്റെ ഡയമെൻഷനും ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഈ ഇക്വേഷൻ ഡയമെൻഷനിൽ കറക്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് എന്തൊന്ന് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് സ്വയം ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്നിട്ട് ഡൗട്ട് വരുമ്പോൾ ഇത് സോൾവ് ചെയ്തത് നോക്കിയാൽ മതി. ആദ്യം നമുക്ക് B² എന്നുള്ളതിൻ്റെ ഡയമെൻഷൻ നമുക്കൊന്ന് നോക്കാം. V എന്ന് പറയുന്നത് എന്താണ്? ഫൈനൽ വെലോസിറ്റി ആണ് അല്ലേ? വെലോസിറ്റിയാണ്. വെലോസിറ്റിയുടെ ഡയമെൻഷനൊക്കെ കാണാതെ പഠിക്കാനായിട്ട് പറഞ്ഞിരുന്നു. വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ലെങ്ത്തിൻ്റെ ഡയമെൻഷനാണ്. ടൈം എന്ന് പറയുന്നത് Tയുടെ ഡയമെൻഷനാണ്. അപ്പോൾ L/T⁻⁻1 ആണ്. ബൈ ഹാർട്ട് പഠിച്ചിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. സോ L/T⁻⁻1 അതിൻ്റെ സ്ക്വയർ ആണ് അല്ലേ? അതിൻ്റെ സ്ക്വയർ ആണ്. സോ നമുക്ക് എന്ത് എഴുതാം? L² T⁻2 എന്ന് എഴുതാം. അപ്പോൾ V² കണ്ടുപിടിച്ചു. നെക്സ്റ്റ് 1 is U² കണ്ടുപിടിക്കണം. U² എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഇനിഷ്യൽ വെലോസിറ്റി ആണെന്നുള്ളൂ, പക്ഷേ വെലോസിറ്റി തന്നെയാണ്. സോ നമുക്ക് വെലോസിറ്റി Δt⁻1 ഹോൾ സ്ക്വയർ ദാറ്റ് മീൻസ് ഈക്വൽ ടു L² T⁻2 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് 1 is എന്താണ്? AS എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ കറക്റ്റ് ആണെന്ന് നോക്കണം. A എന്ന് പറയുന്നത് എന്താണ്?
ആക്സലറേഷനാണ്. ആക്സലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി ബൈ ടൈമാണ്. വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്തായിരുന്നു? L(t⁻⁻1) ആണ്. പിന്നെ ഒരു T⁻⁻1 കൂടെ വരും. സോ T⁻², അല്ലേ? L(t⁻²). ഓക്കെ, അപ്പോൾ ആക്സലറേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി ബൈ ടൈമാണ്. വെലോസിറ്റി എന്ന് പറയുന്നത് L(t⁻²) ആണ്. അല്ല, വെലോസിറ്റി എന്ന് പറയുന്നത് L(t⁻1) ആണ്. ഇവിടെ ടിയും കൂടി വരുന്നത് കൊണ്ട് ഒരു ടിയും കൂടി വരുന്നു മാത്രമുണ്ട്. അതുകൊണ്ട് L(t⁻²). ബൈ ഹാർട്ട് പഠിച്ചു വയ്ക്കണം കേട്ടോ, വെലോസിറ്റിയും ആക്സലറേഷനും ഒക്കെ. L(t⁻²) ഇൻറ്റു എന്തുണ്ട്? ഒരു എസ് ഉണ്ട്. ഈ എസ് എന്ന് പറയുന്നത് എന്താ സാധനം? എസ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഏതാണ്? അതിൻ്റെ ഡയമെൻഷൻ വരിക? ലെങ്ത്ത് L, അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ലെങ്ത്ത് L. ഓക്കെ, അപ്പോൾ L × L എന്ന് പറയുമ്പോൾ L² വന്നു, T⁻². ഇനി നമുക്ക് ഈ 3 എണ്ണത്തിന് നമ്മൾ കണ്ടുപിടിച്ചു. ഈ 3 എണ്ണത്തിൻ്റെ ഡയമെൻഷൻ സെയിം തന്നെയാണോ എന്ന് ചെക്ക് ചെയ്ത്. AS എന്ന് പറഞ്ഞതിൻ്റെ L² T⁻², ഇവിടെ L² T⁻², ഇവിടെ L² T⁻². അപ്പോൾ 3 എണ്ണം ഈക്വലാണ്. സോ നമുക്ക് തന്നിട്ടുള്ള ഈ ഫസ്റ്റത്തെ ഇക്വേഷൻ ഡയമെൻഷനിൽ കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാം. ഇനി നെക്സ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് F=ma ആണ്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് ചെയ്യാം. F=ma എന്നാണ് ഇക്വേഷൻ. അപ്പോൾ ഇത് ഡയമെൻഷനിൽ കറക്റ്റ് ആണെന്ന് നോക്കാം. 2 ടേമേ ഉള്ളൂ. എഫിൻ്റെ ഡയമെൻഷനും അതേമാതിരി ma എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷനും കറക്റ്റാണോ എന്ന് നമുക്ക് നോക്കിയാൽ മതി. അപ്പോൾ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്താണ്? ബൈ ഹാർട്ട് പഠിച്ചു വയ്ക്കാനായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ നിങ്ങൾക്ക് ബൈ ഹാർട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ ആക്ച്വലി ഫോഴ്സിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്കറിയാലോ. ഫോഴ്സിൻ്റെ ഇക്വേഷൻ F=ma തന്നെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ, അല്ലേ? അപ്പോൾ അത് വെച്ചിട്ട് കണ്ടുപിടിച്ചാലും മതി. ഓക്കെ, അത് വെച്ചിട്ട് നമ്മൾ സൈഡിൽ കണ്ടുപിടിച്ചിട്ട് ഇവിടെ ഡയമെൻഷൻ എഴുതിയാൽ മതിയെന്ന്. ഓക്കെ, ഫോഴ്സിൻ്റെ ഒരുപാട് ഇക്വേഷൻസ് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ഫെമിലർ ആയിട്ടുള്ളൊരു ഇക്വേഷൻ വെച്ചുകൊണ്ട് നമുക്ക് ചെയ്തിട്ട് ഇവിടെ എഴുതാവുന്നതേ ഉള്ളൂ കേട്ടോ. ഫോഴ്സ് =ma ആണ്. അപ്പോൾ എമ്മയുടെ ഡയമെൻഷൻ എന്ത് തന്നെയാണ്? ഇതിപ്പോൾ ഇവർ നമ്മുടെ അടുത്ത് കറക്റ്റാണെന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ അല്ലാതെ തന്നെ F=ma എന്നുള്ള ഇക്വേഷൻ കറക്റ്റാണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ കറക്റ്റാണെന്ന് ചെക്ക് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ കറക്റ്റാണെന്ന് ചെക്ക് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് കാണിച്ചാൽ മതി. മനസ്സിലായോ? ദാറ്റ് മീൻസ് എഫിൻ്റെ ഡയമെൻഷൻ ഫോർമുല ഇവിടെ എഴുതണമെന്ന്. അത് നിങ്ങൾക്ക് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എമ്മയുടെ ഡയമെൻഷൻ ഫോർമുല കണ്ടെത്തിയിട്ട് അവിടെ എഴുതിയാലും മതി. ഓക്കെ, അപ്പോൾ അറിയാത്തവർക്കായിട്ട് എമ്മയുടെ വേണമെങ്കിൽ ആദ്യം കാണാം. മാസിൻ്റെ ഡയമെൻഷൻ എന്താണ്? m. ആക്സലറേഷൻ ഡയമെൻഷൻ നമ്മളിപ്പോൾ കുറച്ച് നേരത്തെ കണ്ടുപിടിച്ചു. എന്താണ്? L(t⁻²). സോ L(t⁻²). അപ്പോൾ എമ്മയുടെ ഡയമെൻഷൻ ഫോർമുല പറയുന്നത് M(t⁻²). അത് തന്നെയാണ് സത്യത്തിൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ ശരിയാണെന്ന് നമുക്ക് അറിയാവുന്നത് കൊണ്ട് നമുക്ക് സുഖമായിട്ട് ഇതിങ്ങനെ എഴുതാം. എഴുതിക്കൂടെ? ഓക്കെ, പക്ഷെ നമ്മളിതിങ്ങനെ എഴുതി വരുമ്പോൾ ഇങ്ങനെ എഴുതണമെന്ന് മാത്രം. ML(t⁻²) എന്നാണ്. അപ്പോൾ ഇത് രണ്ടെണ്ണം ഈക്വൽ ആയതുകൊണ്ട് ഇത് ഡയമെൻഷനലി കറക്റ്റാണ്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് F=mv²/r ആണ്. അപ്പോൾ അതും കൂടി ഞാൻ പ്രൂവ് ചെയ്ത് കാണിക്കാം. mv²/r. ഇവിടെ നമുക്ക് 2 ടേമേ ഉള്ളൂ. എഫിൻ്റെ ഡയമെൻഷനും mv²/rൻ്റെ ഡയമെൻഷനും ഈക്വൽ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? ML(t⁻²) ആണ് കേട്ടോ. ML(t⁻²) ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് ഡയമെൻഷൻ എഴുതുമ്പോൾ ഇവിടെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കണം കേട്ടോ. ഞാൻ ഇവിടെ കൊടുത്തില്ല അല്ലേ? ഓക്കെ, അത് ശ്രദ്ധിച്ചോളൂ. ML(t⁻²) നമ്മൾ ഡയമെൻഷൻ ഇക്വേഷനാണ് എഴുതുന്നത്. പിന്നെ mv²/r എന്നുള്ളതിൻ്റെ ഡയമെൻഷൻ ഇക്വേഷൻ എഴുതണം. അപ്പോൾ മാസിൻ്റെ m, വെലോസിറ്റി എന്ന് പറയുമ്പോൾ എത്രയായിരുന്നു? വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് നോക്കാം. നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചതല്ലേ. വെലോസിറ്റി വെറും വെലോസിറ്റി ആകുമ്പോൾ L(t⁻²). ഇവിടെ v² ആണ് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത്, അല്ലേ? അപ്പോൾ v² വരുമ്പോൾ വെലോസിറ്റി സ്ക്വയർ വരുമ്പോൾ L² T⁻² വരും, സ്ക്വയർ വരുമ്പോൾ, അല്ലേ? സോ L² T⁻². പിന്നെ ഇവിടെ r എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ആണ്, അല്ലേ? അപ്പോൾ അത് ലെങ്ത്തിൻ്റെയിലേക്കാണ് പോവുക. അപ്പോൾ ഇവിടെ ഡിവൈഡഡ് ബൈ ലെങ്ത് ആണ് വരിക. ദാറ്റ് മീൻസ് ഡിവൈഡഡ് ബൈ ലെങ്ത് എന്ന് പറയുന്നത് ആക്ച്വലി മുകളിലേക്ക് പോകുമ്പോൾ എന്തായി? L(t⁻1) ആയിരിക്കും, അല്ലേ? ഇത് മുകളിലേക്ക് പോകുമ്പോൾ L(t⁻1) ആയിരിക്കും. സോ അഗെയിൻ
സോറി L റേസ് ടു -1 ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ് വരിക? പിന്നെ ബാക്കി M വരും. ഇവിടെ 2ഉം -1ഉം ചെയ്യുമ്പോൾ എന്ത് വരും? 1 വരും. പിന്നെ എന്ത് വരും? T റേസ് ടു -2 വരും. ഞാൻ നിങ്ങളൊന്ന് നോക്കിയൊക്കെ ശരിയായോ എന്ന്? ML T റേസ് ടു -2ഉം ML T റേസ് ടു -2ഉം. അപ്പോൾ ഇത് രണ്ടും ഈക്വലായിട്ട് വന്നു. സോ ഇതും ഡയമെൻഷനിൽ കറക്റ്റാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന 3 ഇക്വേഷൻസും ഡയമെൻഷനിൽ കറക്റ്റാണെന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ ബാക്ക് അടിച്ച് കാണണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്നത് ഒക്കെ എല്ലാതും എന്താണ്? കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻസ് ആണ്. അപ്പോൾ കൈനറ്റിക് എനർജി ശരിക്കുള്ള ഇക്വേഷൻ നമുക്ക് ½ mv² ആണെന്ന് അറിയാം. നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്: ഈ തന്നിരിക്കുന്നതിലെ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻസിൽ ഏതൊക്കെയാണ് ഡയമെൻഷനിൽ കറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൽ ഓരോന്നും ഡയമെൻഷനിൽ കറക്റ്റ് ആണോ എന്ന് നമ്മൾ നോക്കണം. ഡയമെൻഷനിൽ കറക്റ്റ് ആണോ നോക്കാൻ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ആദ്യത്തെ ഇതെടുത്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? കൈനറ്റിക് എനർജിയുടെ ഡയമെൻഷനും അതേപോലെ തന്നെ എന്താണ് m² v³ ഡയമെൻഷനും ഈക്വൽ ആയിട്ട് വരുന്നുണ്ടോ നോക്കണം. നമ്മളിപ്പോൾ തൊട്ട് മുന്നേ ഇങ്ങനെ ചെയ്തതല്ലേ, ഇക്വേറ്റ് ചെയ്തിട്ട് അല്ലേ? അപ്പോൾ ഓരോന്നിനെ കണ്ടുപിടിച്ചിട്ട് ഈക്വൽ ആണ് നോക്കിയതല്ലേ? അത് ഡയമെൻഷനിൽ ഈക്വൽ ആയിട്ട് വരുന്നുണ്ടോ നോക്കുക. അതേപോലെ ഓരോ ഇക്വേഷൻ എടുത്തത് നമുക്ക് അതിൻ്റെ ടേംസുകൾ ഇക്വേറ്റ് ചെയ്തിട്ട് ഡയമെൻഷൻസ് എന്താണ് ഈക്വൽ ആയിട്ട് വരുന്നുണ്ടോ നോക്കുക. ഈക്വൽ ആയിട്ട് വരികയാണെങ്കിൽ അവ ഡയമെൻഷനിൽ കറക്റ്റ് ആണെന്ന് പറയാം. അപ്പോൾ നിങ്ങളിതൊന്ന് സ്വയം ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ആൻസർ ഞാൻ പറയാം. ദാറ്റ് മീൻസ് കൈനറ്റിക് എനർജി ഈക്വൽ ടു ½ mv² എന്നുള്ളതും 3/16 mv² എന്ന് പറയുന്നതും ഡയമെൻഷനലി കറക്റ്റ് ആണ് കേട്ടോ. ബാക്കിയുള്ളതൊന്നും ഡയമെൻഷനലി കറക്റ്റ് ആയിരിക്കില്ല. ഓക്കെ, ഇനി ഒരു പ്രോബ്ലം കൂടി ഒന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ട് ഇവിടുത്തെ ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ സെക്ഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് അവസാനിപ്പിക്കാം. ഇപ്പം നമുക്ക് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞായിരുന്നു ഒരു ഡയമെൻഷണൽ എക്സ്പ്രഷൻ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറയും. ഡയമെൻഷനിൽ നമുക്കൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കാനായിട്ട് പറയും. നമ്മൾ മുമ്പ് സിമ്പിൾ പെൻഡുലത്തിൻ്റെ കേസിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ധാരണ. സിമ്പിൾ പെൻഡുലം T = 2/√L/G. അങ്ങനെ സിമ്പിൾ പെൻഡുലത്തിൻ്റെ കേസിൽ നമ്മൾ ഒരെണ്ണം ഡെറൈവ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു എനിക്ക് തോന്നുന്നത്. അപ്പം നമുക്ക് ഒരെണ്ണം കൂടെ എന്തായാലും ഒന്ന് ചെയ്യാം. അതായത് സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് അത് ഡിപ്പെൻഡ് ചെയ്യുന്ന, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ സെൻട്രിപിറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷനാണ് ഡിറൈവ് ചെയ്യേണ്ടത്. അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് നമുക്ക് തരും. അതിൻ്റെ മാസ് m, അതേമാതിരി അത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി va, അതിൻ്റെ റേഡിയസ് സർക്കിളിൻ്റെ റേഡിയസ് r. ഈ 3 ക്വാണ്ടിറ്റീസിനെയാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. സെൻട്രിപിറ്റൽ ഫോഴ്സ് എഫിൻ്റെ ഇക്വേഷനാണ് ഡിറൈവ് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അവിടെ ക്വസ്റ്റ്യൻ എഴുതിയിട്ടില്ല എന്നേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. സെൻട്രിപിറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ സെൻട്രിപിറ്റൽ ഫോഴ്സ് വിച്ച് ആർ ഡിപ്പെൻഡിങ് ഓൺ ദി ക്വാണ്ടിറ്റീസ് മാസ് m വിച്ച് പാർട്ടിക്കിൾ മൂവിങ് വിത്ത് വെലോസിറ്റി v ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് r. 3 ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഏതൊക്കെ ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് പറയും. അത് ഉപയോഗിച്ച് നമ്മൾ ഫോഴ്സിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. അപ്പോൾ അതൊന്നും നമുക്ക് ഡിറൈവ് ചെയ്ത് നോക്കാം. എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, ഡയറക്റ്റ്ലി ആണ് ഇൻവേർട്ട് ഡയറക്റ്റ്ലി ആണ് നമുക്കറിയില്ല. നമ്മൾ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു എന്ന് പറഞ്ഞിട്ടാണ് എഴുതുന്നത്. mvr തന്നെ എഴുതിക്കോളൂ. ഇതിൻ്റെ ഏതൊക്കെയാണ് പവർ, അതായത് m⁻1 ആകാം, അല്ലെങ്കിൽ m⁻2 ആവാം, m⁻1/2 ആവാം. അപ്പോൾ ആ പവർ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ചതിന് ശരിക്കുള്ള ഡിപ്പെൻഡൻസ് എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ പവർ നമുക്ക് അറിയാത്തത് കൊണ്ട് നമ്മൾ പവർ എന്ത് ചെയ്യുന്നു? XYZ എന്നുള്ളത് എടുക്കുന്നു. ദാറ്റ് മീൻസ് എഫ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു m⁻x, v⁻y, r⁻z. ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് നമ്മൾ മാറ്റുന്നു. അതിനെ k എന്ന് വിളിക്കുന്നു. k m⁻x, v⁻y, r⁻z. ഓക്കെ, ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഡയമെൻഷനിലേക്ക് നമുക്ക് കാര്യങ്ങളിലേക്ക് പോകാം. എഫ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡയമെൻഷൻ എന്താണ്? ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് mL/T⁻2 ആണ്. ഇനി k എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ്. അതിന് ഡയമെൻഷൻ ഒന്നുമില്ല, അപ്പം നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. ഈ m⁻x എന്ന് പറയുമ്പോൾ m എന്ന് പറയുമ്പോൾ മാസിൻ്റെ ഡയമെൻഷനാണ്. ക്യാപിറ്റൽ ലെറ്റർ m തന്നെ വരും. സോ ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ m⁻x അല്ലേ.
എം റേസ് ടു എക്സ് ഇൻറ്റു എന്താണ് വി റേസ് ടു വൈ. വി എന്ന് പറയുന്നത് വെലോസിറ്റിയാണ്. വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്താണ്? എൽ ടി റേസ് ടു -1 ആണ്. സോ എൽ ടി റേസ് ടു -1ൻ്റെ ഹോൾ റേസ് ടു വൈ എന്നാണ് വരുന്നത്. പിന്നെ ആർ എന്ന് പറയുന്നത് റേഡിയസ് ആണ്, ഡിസ്റ്റൻസ്, അതായത് ലെങ്ത്തിൻ്റെ ഡയമെൻഷനാണ്. സോ എൽ റേസ് ടു ഇസഡ് എന്ന് വരും. ഇത് നമ്മളൊന്ന് ഒരുമിച്ച് എഴുതാണേ. ഇപ്പം നമ്മൾ ഈ സൈഡ് എഴുതണം കേട്ടോ. എം എൽ ടി റേസ് ടു -2 ദാറ്റ് ഈസ് ഈക്വൽ ടു എം റേസ് ടു എക്സ് എൽ റേസ് ടു വൈ ടി റേസ് ടു -y. കാരണം എന്താണ്? ഇത് പവർ വന്നത് എല്ലിനും ടിക്കും ബാധകമായതുകൊണ്ടാണ് എൽ റേസ് ടു വൈ ടി റേസ് ടു -y എന്ന് എഴുതിയത്. പിന്നെ എൽ ഇസഡ്. ഇതൊന്നുകൂടി നമ്മൾ എഴുതുമ്പോൾ എം റേസ് ടു എക്സ് എൽ റേസ് ടു വൈയും ഉണ്ട് ഇസഡ് ഉണ്ട് അല്ലേ. സോ നമുക്ക് എങ്ങനെ എഴുതാം? വൈ പ്ലസ് ഇസഡ് ടി റേസ് ടു -y. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ സൈഡ് എന്തായിരുന്നു? എം എൽ ടി റേസ് ടു -2. ദാറ്റ് മീൻസ് എം റേസ് ടു 1 എൽ റേസ് ടു 1 ടി റേസ് ടു -2. ഇനി രണ്ട് സൈഡുകളും നമ്മൾ എന്ത് ചെയ്യണം? ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കൊന്ന് ഇക്വേറ്റ് ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡിലെയും പവറുകൾ തമ്മിൽ നമ്മൾ ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ എം റേസ് ടു 1ഉം എം റേസ് ടു എക്സ് ആണ്. അപ്പോൾ എമ്മിൻ്റെ പവറുകൾ നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എക്സ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. എല്ലിൻ്റെ പവർ എന്ന് പറയുന്നത് വൈ പ്ലസ് ഇസഡ് ആണ്. അപ്പോൾ വൈ പ്ലസ് ഇസഡ് എന്ന് പറയുന്നതാണ് എന്ത് കിട്ടിയത്? 1 എന്ന് കിട്ടിയത്. പിന്നെ -y എന്ന് പറയുന്നത് -2 ആണെന്ന് കിട്ടി. ടിയുടെ പവറുകൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ -y എന്ന് പറയുന്നത് -2 ആണെന്ന് കിട്ടി. അപ്പോൾ ഈ രണ്ട് സൈഡിലെ മൈനസ് ക്യാൻസലായി പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? y ഈക്വൽ ടു 2 എന്ന് കിട്ടി, എക്സ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇസഡിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചൂടെ? അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് y പ്ലസ് ഇസഡ് ഈക്വൽ ടു 1 ആണ്. y ഈക്വൽ ടു 2 എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ശരിയല്ലേ? y ഈക്വൽ ടു 2 എന്ന് കിട്ടിയിട്ടുണ്ട്. y പ്ലസ് ഇസഡ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഇതിൽ വൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തുകൊണ്ട് നമുക്ക് ഇസഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ഇസഡ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഈ വൈനെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താണ്? 1 - y ആണ്. സോ 1 - 2 ദാറ്റ് ഈസ് ഈക്വൽ ടു -1 എന്ന് വരും. അപ്പോൾ ഇസഡിൻ്റെ വാല്യൂ -1, വൈയുടെ വാല്യൂ 2, എക്സിൻ്റെ വാല്യൂ എത്രയാണ് വന്നത്? 1. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇക്വേഷനിലേക്ക് നമുക്ക് പോവാം. എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എം റേസ് ടു എക്സ് എം റേസ് ടു എക്സ് വി റേസ് ടു വൈ ആർ റേസ് ടു ഇസഡ് എന്നാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂസ് നമുക്കൊന്ന് കൊടുത്ത് നോക്കാം. എന്ത് വരും? കെ ഇൻറ്റു എം റേസ് ടു 1, എക്സിൻ്റെ വാല്യൂ എന്താണ്? 1 ആണ്. വിയുടെ വാല്യൂ എന്താണ്? വൈയുടെ വാല്യൂ എന്താണ്? 2 ആണ്. സോ വി സ്ക്വയർ. ഇസഡിൻ്റെ വാല്യൂ എന്താണ്? -1 ആണ്. അപ്പോൾ ആർ റേസ് ടു -1 എന്ന് വരും. ഓക്കെ. ആർ റേസ് ടു -1 എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ഡിവിഷൻ ആക്കിയിട്ട് എഴുതണം എന്നർത്ഥം. ദാറ്റ് മീൻസ് ആർ സ്ക്വയർ ആർ. ഓക്കെ. ആർ റേസ് ടു 1. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എഫ് ഈക്വൽ ടു കെ എം ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ. ഇക്വേഷൻ കിട്ടിയല്ലോ. കെ എം ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ. അപ്പോൾ നമ്മൾ സെൻട്രിപിറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് ഇവിടെ എത്തി. എന്താണ് നമുക്ക് കിട്ടിയത്? എഫ് ഈക്വൽ ടു കെ ഇൻറ്റു എം ബി സ്ക്വയർ ബൈ ആർ. ഇനിയിപ്പോൾ ഈ കെയുടെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ നമുക്ക് അറിയാവുന്ന ഇക്വേഷനിലേക്ക് എത്തി. എഫ് ഈക്വൽ ടു എം ബി സ്ക്വയർ ബൈ ആർ. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്ന കാര്യം ഞാൻ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടി ഇവിടെ ചെയ്ത് കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് ആയിട്ട് നമ്മൾ പ്രോബ്ലം ഡിസ്കഷൻ സെക്ഷൻ അവസാനിപ്പിക്കുകയാണ്. ഇനിയും നമുക്ക് പ്രോബ്ലംസ് ഇടാം കേട്ടോ. ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. +1 ഫിസിക്സിൻ്റെ 3ാമത്തെ യൂണിറ്റ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ആയി. +2 ഫിസിക്സിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.
താങ്ക് യു.